LP സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം ഒരു അതിജീവനത്തിൻ്റെ സന്ദേശം കൂടി ഈ നാടും നാട്ടുകാരും ഈ വിദ്യാലയവും നൽകുന്നുണ്ട്. അത്തരത്തിലൊരു ദുരന്തത്തിൻ്റെ ഓർമ്മകളുണ്ടായിരുന്നു, കറുത്ത ഓർമ്മകൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് പക്ഷേ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ പ്രവേശനോത്സവത്തെ നാട് തന്നെ വരവേൽക്കുകയാണ്. അങ്ങനെ ആഹ്ലാദിച്ചും ആസ്വദിച്ചുമൊക്കെ കൊച്ചു കുരുന്നുകളെ നമുക്ക് കാണാൻ കഴിയും. എന്താ ഹാപ്പി അല്ലേ? എന്താണ്, എങ്ങനെയുണ്ട് സ്കൂള്? സൂപ്പർ. ഇവിടെ ചിത്രം ഇതൊക്കെ ഇഷ്ടായോ? അത്തരത്തിൽ വർണ്ണാഭമായ ചിത്രങ്ങൾ, തോരണങ്ങൾ, വിവിധ വർണ്ണങ്ങളുള്ള ബലൂണുകൾ, അങ്ങനെ അധ്യാപകരൊക്കെ തന്നെ വിദ്യാർത്ഥികൾ ആ തരത്തിൽ തന്നെയാണ് വരവേറ്റത്. നമ്മളൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കാരണം പഴയ ഓർമ്മകൾ ഒന്നും തന്നെ കുട്ടികളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ചിത്രങ്ങൾ പോലും പഴയത് ഇന്ന് ഈ ബിൽഡിങ്ങിൽ അവശേഷിക്കുന്നില്ല. അധ്യാപകർക്ക് ഈ നാട്ടുകാർക്കും ഒക്കെ കടുത്ത വേദനയുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ പഠനത്തെ അതൊരു തരത്തിലും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം ഈ നാട്ടിലെ ജനങ്ങളുടെ ആ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് സ്കൂൾ ഇത്ര മുഖം മിനുക്കിയത്. അതിനൊരു നാടൊന്നാകെ തന്നെ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. അതൊക്കെ തന്നെ ഈ ഉദ്ഘാടന വേദിയിലും അവർ ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പാങ്ങ് ഇനി മുന്നോട്ട് തന്നെ കുതിക്കും. അവരുടെ നല്ല ഓർമ്മകളും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഒരു അതിജീവനത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ പ്രവേശനോത്സവത്തിൽ എന്തായാലും GLP സ്കൂൾ പാങ്ങിന് സമ്മാനിക്കാനുണ്ടായിട്ടുള്ളത്. അത് ഇനിയും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നാടും നാട്ടുകാരും വിദ്യാലയത്തെയും ചേർത്ത് പിടിച്ച് നെഞ്ചിലേറ്റി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. അനീസ് തോട്ടയ്ക്കാണൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.